നമുക്ക് നിങ്ങളുടെ പേഴ്സന്റെ നെക്സ്റ്റ് ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തായിരിക്കും എന്ന് നോക്കിയാലോ. ഞാൻ മൂന്ന് പൈൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പൈൽ നമ്പർ 1, ഇത് പൈൽ നമ്പർ 2, ഇത് പൈൽ നമ്പർ 3. ഓക്കെ, 1, 2, 3. ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തോളൂ. നമ്പർ മനസ്സിൽ വിചാരിച്ചാലും മതി. പൈൽ നമ്പർ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. നോക്കട്ടെ, പൈൽ നമ്പർ 1 ആർക്ക് എന്താണ് വരുന്നത്? ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ആസ് ഇറ്റ് ഈസ് ഒരു കിങ് ഓഫ് കപ്സിന്റെ എനർജിയിൽ ഇരിക്കുകയാണെങ്കിലും കുറച്ച് ഒരു ഡിലേ വന്നാലും ചിലപ്പോൾ കുറച്ച് ക്ഷമയോടെ അവർ വെയിറ്റ് ചെയ്തിട്ടായിരിക്കും, എന്തെങ്കിലും കാരണവശാൽ ഒരു വെയിറ്റിംഗ് പീരീഡിൽ അവർ ഇരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളോട് സ്നേഹക്കുറവൊന്നുമില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഒരു റീയൂണിയന് വേണ്ടി അറ്റംപ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഫയൽ നമ്പർ 1 റീയൂണിയൻ വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ടൈം എടുക്കും, ചിലപ്പോൾ ഉടനെ ഇപ്പം ഇന്ന് വന്നു നാളെ വന്നു എന്നല്ല, ചിലപ്പോൾ എനിക്ക് മാക്സിമം ഒരു 7-8 ദിവസത്തിന്റെ സമയം കാണുന്നുണ്ട് കേട്ടോ. ഫയൽ നമ്പർ 2, ഫയൽ നമ്പർ 2 എന്താണ്? ഓക്കെ, നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആണ് എന്ന് തന്നെ അവർ കരുതുന്നുണ്ട്. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ഡിവൈൻ ടൈമിങ്ങിൽ കാര്യങ്ങളെല്ലാം ശരിയാകും എന്ന് തന്നെ അവർ വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങളെ അപ്രോച്ച് ചെയ്യും ഇവര്. ഇവിടെയും ഒരു വെയിറ്റിംഗ് പീരീഡ് കാണുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും കാരണം ഡിവൈൻ ടൈമിങ്ങിന് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. പക്ഷെ നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആണ്. ഒരിക്കലും നിങ്ങളെ വിട്ടുപോകുന്നതിനെ പറ്റി അവർ ചിന്തിക്കില്ല എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഫയൽ നമ്പർ 3. ഓക്കെ, ഇവര് നിങ്ങളുമായിട്ട് ഇൻ കോണ്ടാക്ട് ഒക്കെ ആയിരിക്കും, നിങ്ങൾ ഓൺ ആൻഡ് ഓഫ് സംസാരിക്കാറുണ്ടായിരിക്കും. പക്ഷേ ഈ പേഴ്സൺസ് ഉണ്ടല്ലോ, അവർ കൂടുതലായിട്ടും അവരുടെ കരിയർ, കുറച്ച് സ്വന്തം കാര്യങ്ങളിലേക്ക് ഫോക്കസ്, അതായത് കുറച്ച് സെൽഫിഷായിട്ട് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, കൂടുതലായിട്ടും അവരുടെ കരിയർ ബിൽഡ് ചെയ്യുക, സേവിങ്സിലേക്ക് ശ്രദ്ധിക്കുക, അവരുടെ എന്താ പറയുക സോഷ്യൽ ഇമേജിനെ പറ്റിയിട്ട് ശ്രദ്ധിക്കുക, മറ്റുള്ളവരെന്ത് പറയും, സൊസൈറ്റി എന്ത് പറയും, അങ്ങനെയൊക്കെ കൂടുതലായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളാണ് ഇവർ. എന്നാൽ ഇവർ നിങ്ങളെ പോകാൻ അനുവദിക്കുമോ അതുമില്ല. നിങ്ങളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ കട്ട് ഓഫ് ആവാൻ ശ്രമിച്ചാൽ അവർ വീണ്ടും പുറകെ വന്ന് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. എന്നാൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരികയുമില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളുടേതായിട്ട് ഉള്ള ഒരു ഡിസിഷൻ ആലോചിച്ച് എടുക്കണം. നിങ്ങളും കുറച്ച് സെൽഫ് റെസ്പെക്റ്റിന്റെ വാല്യൂ പഠിക്കണം. നിങ്ങൾ ഒരു ഉറച്ച തീരുമാനം എടുക്കണം കേട്ടോ. നിങ്ങളൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് തരാതെ, നിങ്ങളെ പോകാനും സമ്മതിക്കാതെ അങ്ങനെ ഒരു ട്രോമയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു കമ്മിറ്റ്മെന്റ് ഡിമാൻഡ് ചെയ്യണം അവരുടെ അടുത്ത് കേട്ടോ.